ഒരു 2 റീൽ കണ്ടിട്ട് കിടന്നുറങ്ങാമെന്ന് കരുതിയ നിങ്ങൾ 2 മണിക്കൂർ പോയത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഗൈസ്, ഇന്നലെ രാത്രി നിങ്ങൾ എപ്പോഴാണ് കിടന്നുറങ്ങിയത്? 12, 1, 2, 3 അതോ കേട്ടപ്പോഴാണോ ഫോൺ ലോക്ക് ചെയ്യാം എന്ന് ഓർത്തത്? ഗൈസ്, 1 2 റീൽ കണ്ടിട്ട് കിടന്നുറങ്ങാമെന്ന് കരുതിയിട്ട് നിങ്ങൾ മണിക്കൂറുകളോളം അതിൽ സ്പെൻഡ് ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? നിങ്ങൾക്ക് വിൽ പവർ ഇല്ലാത്തത് കൊണ്ടാണ്? ഒരിക്കലുമല്ല. ഗൈസ്, നിങ്ങളുടെ തലച്ചോറിനെ തോൽപ്പിക്കാൻ ഡിസൈൻ ചെയ്ത ഒരു സിസ്റ്റത്തോടാണ് നിങ്ങൾ മത്സരിക്കുന്നത്. കേരളത്തിലെ ഒരു വീട്ടിൽ രാത്രി 10 അല്ലെങ്കിൽ 11 മണിക്ക് അമ്മ വന്നിട്ട്, മോനി സമയം ഇത്ര ആയില്ലേ, കിടന്നുറങ്ങും. അങ്ങനെ 11 മണിയായി, കിടന്നുറങ്ങണം. അപ്പോൾ നമ്മൾ അമ്മ 2 റീലും കൂടെ കണ്ടിട്ട് ഇപ്പം കിടന്നുറങ്ങാം. അങ്ങനെ ഒരു 45 മിനിറ്റിന് ശേഷം ഈ പൂച്ചസാറും 316 ട്രെൻഡ് സെക്ടർ ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട്, അല്ല ഈ മലേഷ്യയിൽ നിൽക്കുന്ന അങ്കിൾ എന്തിനാണ് ചിപ്സ് തന്നെ വീഡിയോ ഇടുന്നത്? 10 മിനിറ്റ് ശേഷം ലൈഫ് മടുത്ത് എനിക്ക് വയ്യ. സോ തുടങ്ങിയ പലതരത്തിലുള്ള ഇമോഷൻസ് കടന്നു പോകും. വൈ ഗൈസ്? നിങ്ങൾക്ക് ഇതൊന്നും സെൽഫ് കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടല്ല. ആക്ച്വലി നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട്. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ആവേശം തരും. അതായത് ഒരു മെസ്സേജ് വന്നാൽ, ഒരു ലൈക്ക് കിട്ടിയാൽ, ഒരു ഫണ്ണി റീൽ കണ്ടാൽ നിങ്ങളുടെ ബ്രെയിൻ പറയും വൺസ് മോർ. പിന്നെ ഓരോ റീലുകൾ കാണുമ്പോൾ ഇത് ഫണ്ണി ആകുമോ, സാഡാകുമോ, ഇത് എങ്ങനെ ഇരിക്കും, അടിപൊളി ലെവൽ. സോ ഇത്തരത്തിലുള്ള അൺസർട്ടനിറ്റിയാണ് നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ബിക്കോസ് നിങ്ങൾ വീക്ക് അല്ല, യു ആർ ഹ്യൂമൻസ്. ഗൈസ്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് പലതരത്തിലുള്ള ചിന്തകൾ വരുന്നത്. അതായത് എനിക്ക് ഇപ്പം കൊറിയയിൽ പോകണം, ഇല്ല നാളെ തൊട്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ ജിമ്മിൽ പോയിരിക്കും, ദുബായിൽ ഒരു ജോലി നോക്കണം, എന്ത് സംഭവിച്ചാലും എനിക്ക് നാളെ ബിസിനസ് തുടങ്ങിയേ പറ്റൂ, എൻ്റെ ലൈഫ് എന്തിങ്ങനെ ആയത്, ഇനി വയ്യ. രാത്രി ഉറക്കം നഷ്ടമാകുമ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ രാവിലെ ആകുമ്പോൾ ക്ഷീണം, ഉറക്കം, കോൺസെൻട്രേഷൻ ഇല്ലായ്മ, ചെറിയ കാര്യങ്ങൾക്ക് വരെ ദേഷ്യം കൂടും. ഗൈസ്, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മുഖത്തടിക്കുന്ന ദാറ്റ് വെളിച്ചം, ദ ലൈറ്റ്, നമ്മുടെ ബ്രെയിനോട് പറയും ഇത് ഡേ ടൈമാണ്, ഇനിയും നിങ്ങൾ തുടരുക. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയും കൺഫ്യൂസ് ആകും. ഗൈസ്, പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ നമ്മുടെ ഉറക്കവും കളഞ്ഞ് ഇത്തരത്തിലുള്ള റീലുകൾ കാണുമ്പോൾ മറ്റുള്ളവരുടെ സക്സസ് ആയിട്ടുള്ള സ്റ്റോറികളാണ് കാണുന്നത്. 2-3 കാർ എടുക്കുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്നു, അവർ ഒരുപാട് പൈസകൾ ഉണ്ടാക്കുന്നു തുടങ്ങിയ ഭയങ്കരമായ സക്സസ് സ്റ്റോറീസ്. അത് കണ്ട് നമ്മൾ നമ്മുടെ കാര്യത്തെ കമ്പയർ ചെയ്യും. അവിടെയാണ് പ്രശ്നം വരുന്നത്. എന്നാൽ അവരെന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഈ ലെവലെത്തിയത് എന്നൊരിക്കലും ചിന്തിക്കത്തില്ല. സോ അതൊക്കെ കണ്ട് നമുക്ക് ആൻസൈറ്റി വരും, നമ്മൾ നമ്മളെ തന്നെ സ്വയം നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. സോ ഗൈസ്, നിങ്ങളുടെ ലൈഫ് ഒട്ടും പിന്നിലില്ല. ഇപ്പോഴായാലും നിങ്ങൾക്ക് തുടങ്ങാം. സോ എങ്ങനെ രക്ഷപ്പെടാം? ഞാൻ പറയുന്നത് ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യണമെന്ന് ഒരിക്കലും പറയത്തില്ല. ബിക്കോസ് അതിൽ വരുന്ന നല്ല നല്ല കാര്യങ്ങളുണ്ട്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. ഉറങ്ങുന്നതിന് ഒരു 30 മിനിറ്റ് മുമ്പ് ഫോൺ യൂസ് ചെയ്യാതിരിക്കും. ഡെയിലി ആകുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് അത് യൂസ് ചെയ്താകും. ഗൈസ്, ഒരു റീൽ അല്ലെങ്കിൽ 2 റീൽ എന്നതിന് പകരം ഒരു ടൈമർ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര ടൈം ആകുന്ന സമയത്ത് ടൈമർ റിംഗ് ചെയ്യും, ഇൻസ്റ്റാഗ്രാമിന് എക്സിറ്റ് ആവണം. അത് കുറച്ച് ദിവസം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് കറക്റ്റ് ചെയ്യും. അതുപോലെ രാവിലെ എഴുന്നേറ്റ ഉടൻ ഈ ഇൻസ്റ്റാഗ്രാം, ഫോൺ നോക്കുന്ന പരിപാടികളൊക്കെ ഒന്ന് നിർത്തുക. കാര്യം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനും നമ്മുടെ ബോഡിക്കും വേണ്ടി കുറച്ച് ടൈം വിട്ടു കൊടുക്കുക. ബിക്കോസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വരട്ടെ. ഗൈസ്, എനിക്കറിയാം ഈ റീല് കാണുന്നത് തന്നെ ചിലപ്പോൾ 2 മണിക്കോ 3 മണിക്കോ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കേട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് സ്ക്രോൾ ചെയ്യും, അടുത്ത വീഡിയോ കാണും. ഗൈസ്, ഇനിയെങ്കിലും ശ്രദ്ധിക്കൂ പ്ലീസ്. ഗൈസ്, അതിൻ്റെ മറ്റൊരു കാര്യം, നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ, നിങ്ങൾ ഇന്നലെ എത്ര മണിക്കാണ് കിട്ടുന്നത്. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെ ബ്രെയിൻ തകരാറിലാണോ എന്നറിയാൻ വേണ്ടി കുറച്ച് ടെസ്റ്റുകൾ നമുക്ക് ചെയ്ത് നോക്കാം. സോ അടുത്ത വീഡിയോയിൽ കാണാം. വൂൾഫ് ഓഫ് രുദ്ര.